നമസ്കാരം. ഉത്സവ കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോട്ടയം ജില്ലയിലെ ഒരു മനോഹരമായ ഗ്രാമമാണ് ഇത്തിത്താനം. ഇത്തിത്താനം എന്ന സ്ഥലത്തെപ്പറ്റി ആനപ്രേമികളോട് പ്രത്യേകിച്ച് പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എല്ലാ വർഷവും ഗജമേള നടക്കാറുള്ള ഒരിടമാണിത്. ഇളങ്കാവ് ദേവി ക്ഷേത്ര സന്നിധിയിലാണ് എല്ലാ വർഷവും ഗജമേള സംഘടിപ്പിക്കാറ്. മതയാനപ്പുറത്തേറി വന്ന ദേവി എന്ന സങ്കല്പമാണ് ഇളങ്കാവ് ദേവി ക്ഷേത്രത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രത്തിൽ ആനകൾക്ക് ഇത്രയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. അങ്ങനെയുള്ള ദേവിയുടെ പ്രിയപ്പെട്ട ദാസനായ ഒരുവൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ജൂനിയർ തെച്ചിക്കോടൻ എന്നുകൂടി ആനപ്രേമികൾക്കിടയിൽ അറിയപ്പെടുന്ന ഇത്തിത്താനം വിഷ്ണുനാരായണൻ. വിഷ്ണുനാരായണൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഉത്സവ കേരളം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജും ലൈക്ക് ചെയ്യുക. കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമം. ഭൂമിദേവി കനിഞ്ഞനുഗ്രഹിച്ച സുന്ദരിയായ മണ്ണ്. അതുകൊണ്ട് തന്നെയാവണം സാക്ഷാൽ കൊടുങ്ങല്ലൂർ വാഴുന്ന ദേവീ ചൈതന്യം ഓലക്കുടയിലേറി വന്ന് ഈ മണ്ണിൽ കുടിയിരുന്നത്. കുങ്കുമത്തിൽ നീരാടി ഈ മണ്ണിനെ കാക്കുന്ന ദേവീ ചൈതന്യം നാളിതുവരെ ഓരോ ഭക്തനെയും കാത്തുവാണിട്ടുണ്ട്. ചരിത്രപരമായും ധാരാളം പ്രത്യേകതകൾ നിറഞ്ഞ നാടാണ് ഇവിടം. രാജവാഴ്ചക്കാലത്ത് കായംകുളം രാജാവ് തൻ്റെ സൈന്യത്തിലേക്ക് യുവാക്കളെ നിയമിക്കാൻ കളരികൾ സ്ഥാപിച്ചത് ഇവിടെയായിരുന്നു. വീരകഥകൾ ഒന്നൊന്നായി രചിച്ച ഈ ചെമ്മണ്ണിന്റെ മാറിൽ പയറ്റിത്തെളിഞ്ഞവരാരും ചില്ലറക്കാരാവില്ല. രാജവാഴ്ച അവസാനിച്ചെങ്കിലും തീപാറുന്ന പോരാട്ടങ്ങൾക്ക് വേദിയാണ് ഇന്നും ഈ നാട്. അതിനു സാക്ഷികളാണ് ഇന്നാട്ടുകാർ. ആ പോരാട്ടങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ, മുന്നിൽ നിന്ന് പോരാടാൻ അണിനിരക്കുന്നതാവട്ടെ തലയെടുപ്പുള്ള ഗജകേസരികളും. ഇത്തിത്താനം ഇളങ്കാവ് ദേവിയുടെ തിരുനടയിലാണ് എല്ലാ കൊല്ലവും ഈയൊരു പോരാട്ടം നടക്കുന്നത്. രക്തം പൊഴിയുന്ന അടർക്കളങ്ങളുടെ കഥയല്ല പക്ഷേ ഈ പോരാട്ടഭൂമിക്ക് പറയാനുള്ളത്. മറിച്ച് അമരവും നടയും നിലത്തുറപ്പിച്ച് തലയുയർത്തി നിന്ന് നൂറുകണക്കിന് ആനപ്രേമികളുടെ നെഞ്ചിൽ ആവേശ തീമഴ പെയ്യിക്കുന്ന പോരാട്ടം. ആ പോരാട്ടത്തിന്റെ പേരാണ് ഇത്തിത്താനം ഗജമേള. ഇതിന് തുടക്കം കുറിച്ചിട്ട് വർഷങ്ങളേറെയായി. മേടമാസത്തിലെ 10-ാം ഉദയത്തോടനുബന്ധിച്ച് ഉത്സവത്തിന്റെ ഭാഗമായാണ് ഗജമേള സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ ഒട്ടേറെ ഗജവീരന്മാർ അന്നേ ദിവസം ഈ പോരാട്ടവേദിയിൽ അണിനിരക്കാറുണ്ട്. ഇന്നാട്ടിലെ കൊച്ചു കുട്ടികളുടെ മനസ്സിൽ പോലുമുണ്ട് പോരാട്ട വീര്യത്തിന്റെ അലയൊലികൾ. അങ്ങനെയുള്ള ഈ നാട്ടിൽ നിന്നും വളർന്നു വലുതായ ഒരുവന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ചെറുപ്പം മുതലേ പോരാട്ട വീര്യത്തിന്റെ കനലെരിയുന്ന മനസ്സുമായി വളർന്നു വന്ന ഒരുവൻ. ഇത്തിത്താനം വിഷ്ണുനാരായണൻ. അവന്റെ കഥയാണ് ഇന്ന് ഉത്സവ കേരളം നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. ഒരൽപ്പം പഴക്കമുണ്ട് ഈ കഥയ്ക്ക്. ഒട്ടേറെ ഗജരാജ കില്ലാടികൾ വന്ന് വിളയാടിയ മണ്ണാണ് ഇത്തിത്താനം. ഇത്തിത്താനം ഗുരുവായൂരപ്പൻ എന്ന കൊമ്പന് ശേഷം കുറേ നാളുകൾ ക്ഷേത്രത്തിന് സ്വന്തമായി ആനയുണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് ലക്ഷണമൊത്ത ഒരു കൊമ്പനെ കണ്ടെത്തുക എന്ന ഉദ്ദേശത്തോടെ ഒരു സമിതി തന്നെ രൂപീകരിച്ചു. ഇവർ പല സംഘങ്ങളായി തിരിഞ്ഞ് പിന്നീട് പല നാടുകളിലും ആനയ്ക്കായുള്ള അന്വേഷണം തുടർന്നു. ആ യാത്രകൾ ഒടുവിലെത്തി നിന്നത് കൊല്ലം വിഷ്ണോത്തുകാവിലായിരുന്നു. അവിടെ കൊമ്പും കുലുക്കി വമ്പുകാട്ടി നിന്ന ഒരു കുട്ടിക്കൊമ്പനെ എല്ലാവർക്കും നന്നായി ബോധിച്ചു.
സ്വൽപ്പം വില്ലത്തരവും വെപ്രാളവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്കുറുമ്പൻ. വടക്കേ ഇന്ത്യയിലെ മണ്ണിൽ ജനിച്ചു വീണ ദുരൻ സിംഗ് എന്ന കൊമ്പൻ. അവനെ മറിച്ചൊന്നും ആലോചിക്കാതെയാണ് അന്ന് വിഷ്ണോത്തുകാവിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. എന്നാൽ നാളുകൾ കഴിയുംതോറും അവന്റെ സ്വഭാവത്തിലെ കുരുത്തക്കേടുകൾ കൊണ്ട് അവർ പൊറുതിമുട്ടി. അങ്ങനെയിരിക്കെയാണ് ഇത്തിത്താനം ഗജസമിതി അവിടെ എത്തിപ്പെടുന്നത്. ആനയെ കണ്ട മാത്രയിൽ തന്നെ എല്ലാവർക്കും അവനെ നന്നായിട്ടങ്ങ് ബോധിച്ചു. പിന്നെ സ്വഭാവത്തിലെ കുരുത്തക്കേടുകൾ കാലം മാറ്റിയെടുക്കും എന്ന വിശ്വാസത്തിൽ അവനെയും ഒപ്പം കൂട്ടി. ഇന്ന് ആ കൊമ്പൻ ഇളങ്കാവിലമ്മയുടെ വളർത്തുമകനല്ല, മറിച്ച് ആ അമ്മയുടെ മാനസപുത്രൻ തന്നെയാണ്. ഇത്തിത്താനത്തെത്തിയ നാളുകളിലൊക്കെ ഇവന്റെ സ്വഭാവത്തിൽ ചില്ലറ കുസൃതിത്തരങ്ങളുണ്ടായിരുന്നു. വരുന്ന പാപ്പാന്മാരുമായൊന്നും ഇവൻ പൊരുത്തപ്പെട്ടില്ല. അങ്ങനെയാണ് ഇന്നാട്ടുകാരൻ കൂടിയായ ചാലച്ചിറ രാജീവ് ഇവന്റെ സാരഥ്യം ഏറ്റെടുത്തത്. പിന്നീട് 3 വർഷത്തോളം രാജീവ് തന്നെയായിരുന്നു ഇവനെ കൊണ്ടു നടന്നത്. കാലം കടന്നുപോയപ്പോൾ ഇടയ്ക്ക് വെച്ച് രാജീവും വിഷ്ണുനാരായണനും തമ്മിലുള്ള കൂട്ടുകെട്ടും പിരിഞ്ഞു. ഈ അടുത്ത കാലത്ത് ഇരുവരും വീണ്ടും ഒന്നിച്ചു കൂടിയെങ്കിലും അതും ഏറെ നാൾ നീണ്ടില്ല. ഇത്തിത്താനം ബിനു, സുമേഷ്, കായംകുളം ശരത് തുടങ്ങി ഒട്ടേറെ അറിയപ്പെടുന്നതും പ്രഗത്ഭരുമായ ചട്ടക്കാർ പല കാലങ്ങളിലായി ഇവനെ വഴി നടത്തിയിട്ടുണ്ട്. പുതുതലമുറയിലെ ചട്ടക്കാരിൽ ഒരാളായ തളിക്കുളം നിഷാഗാണ് ഇവന്റെ ഇപ്പോഴത്തെ പാപ്പാൻ. ചില്ലറ കുസൃതിത്തരങ്ങൾ ഒഴിച്ചാൽ വിഷ്ണുനാരായണൻ വലിയ പ്രശ്നക്കാരനൊന്നുമായിരുന്നില്ല അന്നും. എന്നാൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുസൃതികൾ കാട്ടി നടന്നിരുന്നത് കൊണ്ടാവണം നാട്ടുകാർ ഇവന് ആ കുസൃതിത്തരങ്ങൾക്കൊത്ത ഒരു പേരു നൽകിയത്, ടുട്ടുമോൻ. കുസൃതിക്കാരനായ ഒരു കൊമ്പന് ഇതിലും യോജിച്ച മറ്റൊരു പേരുണ്ടാവില്ല എന്നാണ് നാട്ടുകാരുടെ ഭാഷ്യം. അതൊക്കെ പഴയ കഥകളല്ലേ എന്ന് ചോദിക്കും ഇന്നിവൻ. തന്റെ ചെറിയ പ്രായത്തിലെ കുസൃതികൾ എല്ലാം മാറി പക്വതയും പാകതയും കൈവന്ന ഒരു കൊമ്പനാണ് ഇന്നിവൻ. 27 വയസ്സിന്റെ ചുറുചുറുക്കുമായി ഇന്ന് അക്ഷരനഗരിയിലെ എണ്ണം പറഞ്ഞ ഗജവീരന്മാർക്കിടയിലെ മിന്നും താരമാണ് വിഷ്ണുനാരായണൻ. ഇത്തിത്താനം എന്ന ഇന്നാടിന്റെ ഖ്യാതി ഇന്ന് കേരളത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് ഇവന്റെ കൂടി പേരിലാണ്. ഇളങ്കാവിലമ്മയുടെ പ്രിയപുത്രൻ ഏതൊരു വലിയ കൊമ്പനെയും ഒന്ന് മുട്ടാൻ തക്ക വിധത്തിൽ പ്രാപ്തനായി കഴിഞ്ഞിരിക്കുന്നു. തന്റെ നടയും അമരവും ഊന്നി തലയുയർത്തി നിന്നാൽ പിന്നെ കൂടി നിൽക്കുന്നവർ അല്പം വിയർക്കും. അത്രയ്ക്കുണ്ട് വിഷ്ണുനാരായണന്റെ ഗാംഭീര്യം. അല്പം മതഗിരി കൂടുതലുള്ള കൂട്ടത്തിലാണ് ഇവൻ. വെളുത്ത അകന്ന കൊമ്പുകൾ, ഉയർന്ന തലക്കുന്നി, നിലം മുട്ടുന്ന തുമ്പി, ഉറച്ച നടയമരങ്ങൾ, 18 നഖങ്ങൾ, നല്ല ഇടനീളം, പീലിവാൽ, എല്ലാം തികഞ്ഞ നല്ല ഉശിരൻ ആനച്ചന്തം. അതാണ് വിഷ്ണുനാരായണൻ. 9.25 അടി ഉയരക്കാരനായ ഇവന്റെ വജ്രായുധം നിലവ് തന്നെയാണ്. എത്ര നേരം വേണമെങ്കിലും ഒരേ നിൽപ്പ് നിൽക്കും. മാത്രമല്ല ഇരിക്കസ്ഥാനത്തിന്റെ അളവിലും ഒരടിയോളം ഉയർന്നു നിൽക്കും ഇവന്റെ തലക്കുന്നി. ഏതു സദസ്സിൽ എത്ര വലിയ വമ്പന്മാർക്കൊപ്പമായാലും വിഷ്ണുനാരായണനോട് ഒന്നും പറയേണ്ടതില്ല എങ്ങനെ നിൽക്കണമെന്ന്. ദാ പിടിച്ചോ, ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കും. ഇവനേതാ ഈ ചെറിയ ചെക്കൻ എന്ന് വിളിച്ചു ചോദിച്ച വലിയ കൊമ്പന്മാർ പോലും ഇവന്റെ മുന്നിൽ പലപ്പോഴും നിന്ന് വിയർത്തിട്ടുണ്ട്. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ വിദൂര ഛായ ഇവനുണ്ടെന്ന് വിഷ്ണുനാരായണനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ സമ്മതിക്കും. കാഴ്ചയിൽ മാത്രമല്ല, സ്വഭാവത്തിലും രാമരാജാവിന്റെ ചില സ്വഭാവ സവിശേഷതകൾ ഇവനുണ്ട്. അതുകൊണ്ട് തന്നെ ജൂനിയർ തെച്ചിക്കോടൻ എന്നാണ് പലയിടത്തും ഇവൻ അറിയപ്പെടുന്നത്. വിഷ്ണുനാരായണന്റെ സ്വഭാവം ഇത്തിത്താനം എന്ന നാടും നാട്ടാരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു.
ഇന്നാട്ടുകാരുടെ മുഴുവൻ അരുമ സന്താനം തന്നെയാണിവൻ. അതുകൊണ്ട് തന്നെ ഇത്തിത്താനത്തെത്തിയാൽ പിന്നെ ചെക്കൻ വേറെ ലെവലാണ്. പ്രത്യേകിച്ച് പൊന്നിളം കാവിലമ്മയുടെ തിരുമുന്നിലെത്തിയാൽ തൻ്റെ സ്വന്തം സ്ഥലമാണ് ഇവിടമെന്ന രീതിയിലാണ് പിന്നെ ഇവന്റെ പെരുമാറ്റവും രീതികളും എല്ലാം. ഭക്ഷണകാര്യങ്ങളിലാവട്ടെ കൊച്ചു കുട്ടികളെ പോലെയാണ് ഇവന്റെ രീതികൾ. ചോറ് വേണോ ബിസ്ക്കറ്റ് വേണോ എന്ന് ചോദിച്ചാൽ മറുപടി ഉടൻ വരും, ബിസ്ക്കറ്റ് മതി എന്ന്. ബിസ്ക്കറ്റും മധുര പലഹാരങ്ങളുമാണ് ഇവന് ഏറ്റവും പ്രിയം. അതിൽ തന്നെ പോപ്പിൻസ് മിഠായിയോടാണ് കൂടുതൽ ഇഷ്ടം. അത് ഇടയ്ക്കങ്ങനെ നുണഞ്ഞു നുണഞ്ഞു നിൽക്കുന്നതാണ് ചെക്കൻ്റെ പ്രധാന ഹോബി. പിന്നെ മറ്റൊരു പ്രധാന ഇഷ്ടം വഴിയടിക്കിടയിൽ കിട്ടുന്ന ചെറുകടികളാണ്. നെയ്യപ്പം, പഴംപൊരി, ലഡു, ജിലേബി, ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും. ഇവൻ ഇത്തിത്താനത്തുള്ള ദിവസങ്ങളിൽ വഴിയടിയും ചെറുകടിയും ഒക്കെ തന്നെയാണ് മുഖ്യ കാര്യപരിപാടികൾ. വിഷ്ണുനാരായണന്റെ അഭിപ്രായത്തിൽ നടക്കാനിറങ്ങുമ്പോൾ പല ദിക്കിൽ നിന്നും കേൾക്കാം പല പല വിളികൾ. ഡാ വിഷ്ണുവേ, വിഷ്ണുക്കുട്ടാ, മോനെ, നീ ഇതൊന്ന് കഴിച്ചിട്ട് പോടാ കുഞ്ഞെ എന്നു പറഞ്ഞ് പലഹാരവുമായി നിൽക്കുന്ന തന്റെ സ്വന്തം നാട്ടുകാരെ എങ്ങനെ പിണക്കും? ഇവന്റെ പട്ട കഴിക്കലിനുമുണ്ട് ചില പ്രത്യേകതകൾ. പനമ്പട്ടയുടെ ഇലകൾ അധികം കഴിക്കില്ല. തണ്ടൊടിച്ചൊടിച്ച് കഴിക്കാനാണ് ഇവന് കൂടുതൽ ഇഷ്ടം. ആ കാഴ്ച കണ്ടു നിൽക്കാനും ഒരു പ്രത്യേക ചേലു തന്നെയാണ്. പാപ്പാനല്ലാതെ മറ്റാരും ചട്ടം പറയുന്നതോ അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ഒന്നും ഇവനത്ര താല്പര്യമുള്ള കാര്യമല്ല. എങ്കിലും പാപ്പാൻ തറയിൽ കെട്ടിയിട്ട് പോയാലും നാട്ടുകാർക്കാർക്കും ഇവന്റെ അടുത്തെത്തി ഭക്ഷണം നൽകാം. അതൊക്കെ അന്തസ്സോടെ വാങ്ങിക്കഴിച്ചിട്ട് പറയും, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളല്ലേ, പിന്നെ ഞാൻ എന്തിനു മടിക്കണം എന്ന്. ബുദ്ധിശക്തി സ്വല്പം കൂടുതലുള്ളതുകൊണ്ടാവണം എവിടെയായാലും ചുറ്റുപാടുകളും വീക്ഷിച്ചുകൊണ്ടിരിക്കും ഇവൻ. മാത്രമല്ല, ആരെങ്കിലും സംസാരിക്കുന്നത് തന്നെ പറ്റിയാണെന്ന് മനസ്സിലായാൽ പിന്നെ ചെവി കൂർപ്പിച്ച് ഒരു നിൽപ്പാണ് ആശാൻ. തന്നെക്കുറിച്ച് എന്തൊക്കെയാണ് ഇവർക്കിത്രയ്ക്ക് പറയാനുള്ളത് എന്ന മട്ടിൽ അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയും ചെയ്യും കക്ഷി. നീരുകാലത്താണ് ഇവനെ സ്വല്പം കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ചെറുപ്പമായതുകൊണ്ടാവും ഈ സമയത്ത് ശൗര്യവും ദേഷ്യവുമൊക്കെ കൂടുതലാണിവന്. എന്നിരുന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുവദിച്ചു കൊടുക്കാറുമുണ്ട് ഇവൻ. പ്രത്യേകിച്ച് നാട്ടുകാരിൽ ആരെങ്കിലും ഒരാളെ ഏതു സമയത്തും അടുത്തു വരാൻ ഇവൻ അനുവദിക്കും. ഭക്ഷണം നൽകാനും വെള്ളം നൽകാനും സമ്മതിക്കാറുമുണ്ട്. എങ്കിലും നീരുകാലമായാൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നീരുകാലത്ത് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉത്സവ പറമ്പുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവൻ ചില്ലറക്കാരനല്ല. ചെറുപ്പം മുതൽക്ക് തന്നെ എല്ലാ നല്ല ശീലങ്ങളും ചിട്ടകളുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടമുറപ്പിച്ച പാപ്പാന്മാർ. വരവ് പൂരമോ എഴുന്നള്ളിപ്പോ എന്തുമാവട്ടെ, ഞാൻ തയ്യാർ എന്ന മട്ടിലാണ് വിഷ്ണുനാരായണന്റെ നിൽപ്പ്. പൂരവും എഴുന്നള്ളിപ്പും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കില്ല. ഉത്സവപ്പറമ്പോ കെട്ടുതറിയോ എന്തുമാവട്ടെ, നന്നായിട്ടങ്ങ് കിടന്നുറങ്ങും. അതാണിവന്റെ ശീലം. ഇന്ന് തെക്കൻ നാടെന്നോ വടക്കൻ നാടെന്നോ ഭേദമില്ലാതെ
എല്ലാ ഉത്സവപ്പറമ്പുകളിലും എത്തുന്ന ആനപ്രേമികളുടെ ഹരമാണ് ഇവൻ. ആരെല്ലാം പോരനുണ്ട് നാളെ മാവേലി പാട്ടുപാടാൻ ഒട്ടും കുറവയുണ്ട് ഒത്തിരി ഘോഷമുണ്ട്. സംഗീതം നന്നായി ആസ്വദിക്കുന്ന ആനയാണ് ഇവൻ. അതിനൊരു ഉദാഹരണം കൂടി പറയാം. കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ദിവസം രാത്രി ഇളങ്കാവ് ക്ഷേത്രമുറ്റത്ത് തളച്ചിരിക്കുകയായിരുന്നു ഇവനെ. ക്ഷേത്രത്തിലെ ഭജന സംഘം കീർത്തനങ്ങൾ പാടിത്തുടങ്ങിയതും വിഷ്ണുനാരായണൻ ശ്രദ്ധിച്ചു തുടങ്ങി. ദേവീസ്തുതികൾ പാടിത്തുടങ്ങിയതും ഇവൻ പതിയെ കാലുകൾ അനക്കി തുടങ്ങി. അന്നവിടെ കൂടിയവർക്ക് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഇത് പരീക്ഷിക്കാൻ തീരുമാനിച്ച് അവർ പെട്ടെന്ന് ഭജന നിർത്തിവെച്ചു. ചെവികൾ കൂർപ്പിച്ച് അടുത്ത കീർത്തനം കേൾക്കാനായി അനങ്ങാതെ നിൽക്കുന്ന വിഷ്ണുനാരായണനെയാണ് അവർ കണ്ടത്. പാട്ടു നിർത്തണ്ട, തുടർന്നോളൂ എന്ന മട്ടിൽ അവൻ തുമ്പിക്കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. വീണ്ടും ഭജന തുടർന്നതും അവൻ കാലുകൾ അനക്കി താളം പിടിക്കാൻ തുടങ്ങി. തന്റെ പോറ്റമ്മയുടെ സ്തുതിഗീതങ്ങൾക്കൊപ്പിച്ച് സ്വയം മറന്ന് ചുവടുകൾ വയ്ക്കും പോലെ. ഈ തിരുമുറ്റത്തെത്തിയാൽ പിന്നെ ഇവൻ എന്നും ഇങ്ങനെ തന്നെയാണ്. ഇവിടുത്തെ എല്ലാവരും, അല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാം തൻ്റേതുകൂടിയാണ് എന്നാണ് ഇവന്റെ ഭാവം. രാജശേഖരൻ നായർ, സുനിൽ, പ്രദീപ് എന്നിവരാണ് ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. ഇത്തിത്താനത്തെ പ്രദേശവാസികൾ ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് വിഷ്ണുനാരായണന്റെ കാര്യങ്ങളും ആവശ്യങ്ങളുമെല്ലാം നടത്തിക്കൊടുക്കുന്നത്. ഇവനോടൊപ്പമുള്ള യാത്ര ഞങ്ങൾ ചിത്രീകരിച്ചത് 2 ദിവസങ്ങളിലായിട്ടായിരുന്നു. ഒന്ന് ഇവന്റെ സ്വന്തം നാടായ ഇത്തിത്താനത്തും, മറ്റൊന്ന് കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ കൊമ്പന്മാർ മാറ്റുരയ്ക്കുന്ന പാറക്കാടി ഗ്രാമത്തിലും. ഒരുപക്ഷെ വളർന്നുവരുന്ന ഒരു കൊമ്പന്റെ വിശേഷങ്ങൾ പറയാൻ ഇതിനേക്കാൾ യോജിച്ച മറ്റൊരു സ്ഥലം ഉണ്ടാവില്ല. വിഷ്ണുനാരായണന്റെ പ്രധാന പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ മത്സരബുദ്ധി തന്നെ എന്ന് നിസ്സംശയം പറയാം. ഒരു സദസ്സിലേക്ക് എങ്ങനെ കയറി ചെല്ലണം എന്നും തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെ പ്രദർശിപ്പിക്കണമെന്നും ഇവന് നന്നായിട്ടറിയാം. ഇത്തിത്താനം ഇളങ്കാവിലമ്മയുടെ മടിത്തട്ടിൽ വളർന്ന കൊമ്പൻ പാറക്കാടി ഭഗവതിയുടെ തിരുനടയിൽ തലയുയർത്തി നിൽക്കുന്ന കാഴ്ച അത്രമേൽ മനോഹരം തന്നെയാണ്. പാറക്കാടിയിലെ ക്ഷേത്ര പരിസരത്തുള്ള നടവഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കണ്ടുതന്നെ ബോധ്യമാകും ഇവന്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആത്മവിശ്വാസം. ഒരു പോരാളിയുടെ, അല്ലെങ്കിൽ ഒരു യോദ്ധാവിന്റെ വീര്യമാണ് ആ മുഖത്ത് ആ സമയം കാണാൻ സാധിച്ചത്. ഒരു വശം മുഴുവൻ നെൽപ്പാടങ്ങൾ നിറഞ്ഞ പാറക്കാടി ഭഗവതി ക്ഷേത്രത്തിന്റെ ഗോപുരവാതിൽ കടന്ന് ഇവൻ അകത്തു കയറുമ്പോൾ ഒരു വേള കാറ്റുപോലും ആ ഗാംഭീര്യത്തിന് മുന്നിൽ നിശ്ചലമായ പോലെ തോന്നിപ്പോയി. തല ഉയർത്തിപ്പിടിച്ച് പടവുകൾ ഒന്നൊന്നായി ചവിട്ടിക്കയറി ആ കൊമ്പൻ മുന്നോട്ട് നടന്നു നീങ്ങി. സൂര്യന്റെ വെള്ളി വെളിച്ചം ശിരസിൽ തട്ടിയപ്പോൾ ആ കാഴ്ച കൂടുതൽ മിഴിവുള്ളതായി മാറി. കണ്ടു നിൽക്കുന്ന ഏതൊരാളെയും തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ തക്ക തീക്ഷ്ണമായിരുന്നു ആ നോട്ടം. സാക്ഷാൽ രാമരാജാവിന്റെ അപരൻ എന്ന വിളിപ്പേര് തനിക്ക് തന്നെയാണ് കൂടുതൽ ചേർച്ച എന്ന് വിളിച്ചു പറയും പോലെ. അത്രയ്ക്കുറച്ചതായിരുന്നു വിഷ്ണുനാരായണന്റെ വരവ്. ഒരുപക്ഷെ നാളെയുടെ രാജാവ് ഇവൻ തന്നെ ആവില്ലെന്നാരറിഞ്ഞു. തലയുയർത്തി നടയും അമരവും ഭൂമിയിലൂന്നി ഭഗവതിയുടെ തിരുനടയിൽ തൊഴുതു വണങ്ങി തിരിച്ചിറങ്ങുമ്പോൾ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ആ ഭഗവതിയുടെ കടാക്ഷം എന്നും ഇവനുണ്ടാകുമെന്നത് തീർച്ച. ക്ഷേത്രനടയിൽ നിന്നിറങ്ങിയ ശേഷം ആ നടപ്പിന് ഒരൽപ്പം വേഗത കൂടിയോ എന്നൊരു സംശയമല്ല, വേഗത്തിൽ തന്നെയാണ് ഇവന്റെ നടപ്പ്. എത്രയും വേഗം തറയിലെത്തുക എന്നത് തന്നെ ലക്ഷ്യം. നടത്തത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും അല്പം വേഗത കൂടുതലാണ് ഇവന്. ഒന്നിനും ഒരിടത്തും മടിച്ചു നിൽക്കാറില്ല എന്നു സാരം. കാര്യം
ഇവനൊരു മത്സരപൂരങ്ങളുടെ ആശാനാണെങ്കിലും ഉത്സവ കേരളത്തിൻ്റെ ഒട്ടേറെ പ്രമുഖ സദസ്സുകളിലെ അവിഭാജ്യ ഘടകം കൂടിയാണിവൻ. ഉദാഹരണം പറഞ്ഞാൽ തൃശൂർ പൂരം, കാട്ടക്കാമ്പൽ, ചേറമ്പറ്റപ്പൂരം, ആനയടിപ്പൂരം, മുഖത്തല ഉത്സവം, കുന്നംകുളം ഭാഗങ്ങളിലെ മിക്ക പെരുന്നാളുകളും ഉത്സവങ്ങളും, ഇരവിമംഗലം ഷഷ്ടി തുടങ്ങി കേരളം മുഴുക്കെയുള്ള ഒരുപാട് സദസ്സുകളിൽ ഇവൻ തൻ്റേതായ ഇടം കണ്ടെത്തിയിട്ടുണ്ട്. പാറക്കാടിയിലെ ക്ഷേത്ര പരിസരത്തുള്ള നടവഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ നമുക്ക് കണ്ടു തന്നെ ബോധ്യമാകും ഇവന്റെ ഉള്ളിൽ നിറഞ്ഞു തുളുമ്പുന്ന ആത്മവിശ്വാസം. ഒരുപാട് പട്ടങ്ങളും അംഗീകാരങ്ങളുമെല്ലാം ഇവനെ തേടി എത്തിയിട്ടുണ്ട്. എത്തിച്ചേരുന്ന വേദികളിലെല്ലാം കാഴ്ചക്കാരെ തൻ്റെ ആരാധകരാക്കി മാറ്റാൻ ഇവന് പ്രത്യേക സിദ്ധി തന്നെയുണ്ട്. ചിലർ അങ്ങനെയാണ്. തൻ്റെ വളർച്ചയ്ക്കൊപ്പം തൻ്റെ നാടിൻ്റെ വളർച്ചയ്ക്കും ഹേതുവാകും. തെച്ചിക്കോടനുമായുള്ള സാമ്യം ഇവനെ പൂരപ്പറമ്പുകളിൽ കൂടുതൽ ജനകീയനാക്കി മാറ്റി. 27 വയസ്സിലെത്തി നിൽക്കുന്ന ഇവന്റെ ജൈത്രയാത്ര ഇനി തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ. വരാനിരിക്കുന്ന ഒട്ടേറെ തീപാറുന്ന പോരാട്ടങ്ങൾക്ക് വേദിയാകാൻ പോകുന്ന ഈ മലയാള മണ്ണിൽ വിഷ്ണുനാരായണന്റെ സുവർണകാലമാവും നമ്മളിനി കാണാനിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. വരാനിരിക്കുന്ന ഉത്സവരാവുകളും താളമേളങ്ങൾ മുഖരിതമാവുന്ന പകലുകളും ഇനി ഇവന്റേതുകൂടിയാവും. ആനപ്രേമികളെ ഹരം കൊള്ളിക്കാൻ, ആരാധക വൃന്ദങ്ങളെ ആവേശ കൊടുമുടിയിലേറ്റാൻ വിഷ്ണുനാരായണൻ കച്ചമുറുക്കി കഴിഞ്ഞിരിക്കുന്നു. ജഗദീശ്വരൻ ആയുസ്സും ആരോഗ്യവും നൽകി ഇവനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഉത്സവ കേരളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വിഷ്ണുനാരായണന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഇനിയുള്ള എപ്പിസോഡുകളിൽ നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.